മലയൻകീഴ് വലിയ തോടിന് സമീപം നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് വേട്ട. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് 8 കിലോയോളം ഏകദേശം 3 കവറുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. ഡിവൈഎസ്പി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പബ്ലിക്കിന്റെയും മലയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പോലീസ് ഈ പരിശോധന നടത്തിയത്. മലയൻകീഴ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ്, SI വിൻസെന്റ്, ഗ്രേഡ് SI സെബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ പുരോഗമിക്കുന്നത്. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഓട്ടോകളിലും മറ്റുമായി ആളുകൾ വന്നുപോകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും CCTV ക്യാമറകൾ പരിശോധിച്ചും നാട്ടുകാരുടെ സഹകരണത്തോടെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതെ, ഞാൻ ഇന്നലെയാണ് ചാർജ് എടുത്തത്. അപ്പോൾ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു നാർക്കോട്ടിക് ഡിറ്റക്ഷൻ നടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ തുവാൻ്റെ ഫലമായിട്ട് ഇവിടെ പബ്ലിക് വളരെയേറെ പോലീസുമായിട്ട് സഹകരിക്കുന്നുണ്ട്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇന്ന് മലയൻകീഴ് പോലീസിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിറ്റക്ഷൻ ഉണ്ടായത്. ഈ തോട്ടിൽ ഏകദേശം 8 കിലോയ്ക്ക് താഴെ കഞ്ചാവ് 3 കവറുകളിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പബ്ലിക്കിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മുടെ പോലീസ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഇവരെക്കുറിച്ച് നമുക്ക് ചെറിയ ഇൻഫർമേഷനൊക്കെ ഉണ്ട്. CCTV അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഇൻഫർമേഷനും എടുത്ത് പ്രതികളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഈ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് പഴയ പ്രതികളൊക്കെ ഉണ്ട്. അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പോയിട്ട് ഇതിന് സമീപം CCTV ക്യാമറകളുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. ഇനി പെട്രോളിങ്, ഇവിടെ പോലീസിൻ്റെ പെട്രോളിങ്, വിജിലൻ്റ് പെട്രോളിങ് ഉണ്ടാവും. അതുപോലെ ഈ പറയുന്ന നാട്ടുകാർ പറയുന്ന തന്നെ ഓൾഡ് അവേഴ്സിലാണ്. അതായത് രാത്രിയിൽ 2 മണി 3 മണി സമയത്തൊക്കെ ഓട്ടോയിലും മറ്റൊക്കെ ആൾക്കാർ വന്നു പോകുന്നതെന്ന് നൈറ്റ് പെട്രോൾ ശക്തമാക്കും. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ഉള്ള പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ടാവും. ഒരു കാരണവശാലും ഈ തരത്തിലുള്ള നാർക്കോട്ടിക്കിൻ്റെ ഉപയോഗമോ അതേപോലെ തന്നെ വിൽപ്പനയോ സ്റ്റോക്കോ ഇവിടെ ഉണ്ടാകാതെ പോലീസ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ വിൽപ്പനയോ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. ഞാൻ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ അണപ്പാട് വാർഡിലെ മെമ്പറാണ്. പേര് ചന്ദ്രലേഖ എന്നാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് അണപ്പാട് പാലത്തിന് സമീപം വിനായക ഓഡിറ്റോറിയത്തിലുള്ള അണപ്പാട് തോടാണ്. ഇവിടെ സ്ഥിരമായിട്ട് സാമൂഹ്യ വിരുദ്ധ ശല്യമുള്ള സ്ഥലപ്രദേശമാണ്. ഞാൻ തന്നെ ഒരാഴ്ചയിൽ ഏകദേശം 2-3 പ്രാവശ്യം തന്നെ സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്യാറുണ്ട്. രാത്രി ഒരു 7 മണിക്ക് ശേഷം ഇതുവഴിയൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇത് വിജനമായ ഒരു സ്ഥലമാണ്. സ്ട്രീറ്റ് ലൈറ്റ് പോലും നല്ലപോലെ വർക്ക് ചെയ്യുന്ന സ്ഥലമല്ല. അപ്പോൾ ആ സമയത്ത് ഇവിടെ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിട്ട് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗവും അതുപോലത്തെ സാമൂഹ്യ വിരുദ്ധ ശല്യം സ്ഥിരമായിട്ടുള്ളതാണ്. 8 മണി 9 മണി സമയത്ത് പോലും ഞാൻ പോലും വരുന്ന സമയത്ത് ഞാൻ പലതും കണ്ടിട്ട് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ സ്ഥിരമായിട്ട് പരാതി പറയാറുണ്ട്. 6 മണിക്ക് ശേഷം പെൺകുട്ടികൾക്കൊന്നും ഇതുവഴി നടന്നു പോകാൻ പറ്റത്തില്ല. അത്തരത്തിൽ ഭയങ്കരമായ രൂക്ഷമായ സാമൂഹ്യ വിരുദ്ധ ശല്യം ഈ പ്രദേശത്തുണ്ട്. ഇതിനു മുമ്പ് ഇവിടുന്ന് കഞ്ചാവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അണപ്പാട് പാലം മുതൽ താഴെ ഒരു വിജനമായിട്ടുള്ള സ്ഥലമുണ്ട്. ഇതിന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം കാടാണ്. അപ്പൊ അവിടെ ആയിട്ട് വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് ഓട്ടോ, കാർ സംശയം ഇവിടെ സ്ഥിരമായിട്ട് സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ട്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തന്നെ വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു വ്യക്തമായ തെളിവില്ല. പോലീസുകാർക്ക് ചിലരെ സംശയമുണ്ട്. അതനുസരിച്ച് അവർ അന്വേഷണം ഊർജിതാക്കുമെന്നാണ് പറയുന്നത്. GTV ന്യൂസ്, കാട്ടാക്കട.